സാർ, മൂവാറ്റുപുഴ സബ് ജയിലിലായിരുന്ന സമയത്ത് ഒരു 2ാം ക്ലാസ്സുകാരനായ ഒരു പ്രതി ഉണ്ടായിരുന്നു സാറിൻ്റെ റൂമിൽ. അതുപോലെ തന്നെ സാറ് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു പുതപ്പിൻ്റെ ഒരു പകുതി ഭാഗം തന്ന ഒരു പരീത് എന്ന് പറയുന്ന ഒരാളും അദ്ദേഹവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനകത്ത് ആ 2ാം ക്ലാസ്സുകാരനായ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയൊക്കെ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയാൽ എങ്ങനെയാണ് കഥയും കവിതയും സിനിമയും ഒക്കെ വരാൻ പോകുന്നത് എന്നാണ്. സാർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആളുകളിന് പോലും ഈ കാര്യം അറിയുമായിരുന്നു, പക്ഷെ എന്നിട്ടും ഈ സംഭവങ്ങൾ ഉണ്ടായി. എന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനുള്ളത്? ആദ്യം ഒരുപക്ഷെ ഇങ്ങനെ മുഹമ്മദ് എന്നുള്ള പേരിട്ടത് മനഃപൂർവ്വം പ്രവാചകനെ അവമാനിക്കാനാണ് എന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ വളരെ കുറച്ച് പേർക്ക് തോന്നിയിരിക്കാം. എന്നാലും അതിന് ഒരു വിസ്തീർണം കോളേജിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ തെറ്റിദ്ധാരണയൊക്കെ ആദ്യം തന്നെ മാറേണ്ടതാണ്. പക്ഷേ അത് മാറുന്നതിന് പകരം അവരത് അവരുടെ എന്തോ ലക്ഷ്യപ്രാപ്തിക്കുള്ള ഒരു ഉപകരണമായിട്ട് ഒരു സന്ദർഭമാക്കി എടുത്തിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു വിവാദമാണ് ചോദ്യപേപ്പർ വിവാദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണത് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എന്നെ പിന്നീട് ഉപദ്രവിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ കിടന്ന സമയത്തും അതിനുശേഷം ഈ പുസ്തകം ഇറങ്ങി വായിച്ചവർക്കൊക്കെ അത് മനസ്സിലാവും. വായിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ പോലും ചിലർക്ക് ഞാനെന്തോ കുഴപ്പം ചെയ്തു എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടും മനസ്സിലായെന്നും ഭാവിക്കാത്തതുകൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണത്. പക്ഷേ ജബ്ബാർ എന്ന് പറയുന്ന 2ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത, വായിക്കാൻ അറിഞ്ഞുകൂടാ, ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് പത്രമൊക്കെ വായിച്ചു കൊടുക്കണം, വാർത്തകൾ മനസ്സിലാക്കി കൊടുക്കണം. അദ്ദേഹത്തോട് പോലും ഞാൻ ഈ സംഭവം വിവരിച്ചപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തത് എൻ്റെ ഒരു വിശ്വാസത്വത്തിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഇതാർക്കും മനസ്സിലാവും, ഞാൻ പറയുന്നതാണ് ശരി, ആ പറയുന്നതിൻ്റെ അപ്പുറത്ത് ആളുകൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കതിൽ നിന്ന് വളരെ ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ സ്ഥാപിത താല്പര്യക്കാർ അതിനൊന്നും തയ്യാറായില്ല. അവർ അത് പലപ്പോഴും ഒരു ആയുധമായിട്ട് ഉപകരണമായിട്ട് ഉപയോഗിച്ചതിൻ്റെ അനർത്ഥങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്.